Dear students, in today's session, we shall begin a new unit, that is Unit 5 of Module 4. And this unit is all about tax deducted at source, TDS, tax collected at source, TCS, and refund of tax. Tax deducted at source in GST, that is known as TDS. It is given in section 51. Section 51-ലാണ് TDS details കൊടുത്തിരിക്കുന്നത്. TDS എന്താ? Tax deducted at source. Tax deducted at source is one of the ways to collect tax based on certain percentage on the amount payable by the receiver on goods and services. The collected tax is a revenue for the government. Tax collected by any means is a revenue for the government. TDS is also a revenue for the government. Then TDS is to be deducted at the rate of 2%. The TDS in the rate 2% ആണ്. ഇതിൽ തന്നെ 1% CGSTയും 1% SGSTയും കാണും. On payments made to the supplier, ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, on payments made to the supplier of taxable goods. Payments made to the supplier on taxable goods and or services where the total value of such supply under an individual contract, ഒരു സിംഗിൾ കോൺട്രാക്ട് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ കോൺട്രാക്ട് exceeds 2,50,000 rupees. TDS ആപ്ലിക്കബിൾ ആകുന്ന ഏത് കേസിലാണ്? ഒരു സിംഗിൾ കോൺട്രാക്റ്റിന്റെ വാല്യൂ 2,50,000 കൂടുതലാണ് എങ്കിൽ ഇങ്ങനെയുള്ള കോൺട്രാക്റ്റുകളുടെ മേൽ വരുന്ന സപ്ലൈയിലാണ് TDS ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പം എന്താ TDS എവിടെ ആപ്ലിക്കബിൾ ആകുന്നത്? സപ്ലയർക്ക് കൊടുക്കുന്ന പേയ്മെന്റിലാണ് TDS ആപ്ലിക്കബിൾ ആകുന്നത്. പേയ്മെന്റ് മെയ്ഡ് ടു ദി സപ്ലയർ, അപ്പം സപ്ലയർക്ക് കൊടുക്കുന്ന പേയ്മെന്റിൽ നിന്നും 2% ഡിഡക്റ്റ് ചെയ്യും. അതാണ് ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് GST പ്രകാരം. നോ ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഇസ് റിക്വയർഡ്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താ? നോ ഡിഡക്ഷൻ ഓഫ് ടാക്സ് ഇസ് റിക്വയർഡ് when the location of the supplier and the place of supply is different from the state of the registration of the recipient. രജിസ്ട്രേഷൻ ഓഫ് ദി റെസിപ്പിയന്റിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് വരുന്നതെങ്കിൽ ലൊക്കേഷൻ ഓഫ് ദി സപ്ലയറും പ്ലേസ് ഓഫ് സപ്ലൈയും രജിസ്ട്രേഷൻ ഓഫ് ദി സപ്ലയറിൽ ഒരു ഡിഫറെൻറ്റ് സ്റ്റേറ്റിലാണ് വരുന്നതെങ്കിൽ ഈ കേസിൽ TDS ആപ്ലിക്കബിൾ അല്ല. ടാക്സ് ഡിഡക്ഷൻ സോഴ്സിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് എന്താണ്? ഒരു സിംഗിൾ കോൺട്രാക്റ്റിൻ്റെ മേൽ 2,00,000 രൂപയിൽ കൂടുതൽ വാല്യൂള്ള സപ്ലൈ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലാണ് ഈ പറയുന്ന TDS ആപ്ലിക്കബിൾ ആകുന്നത്. അതിൻ്റെ മേൽ എന്താ? പേയ്മെന്റ് കൊടുക്കുമ്പോൾ, സപ്ലയർക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ 2% ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ആയിട്ട് ഡിഡക്റ്റ് ചെയ്യും. ദെൻ എ പേഴ്സൺ ഹു ഈസ് ലയബിൾ ടു ഡിഡക്ട് TDS, ആർക്കൊക്കെയാണ് TDS ലയബിലിറ്റി ഉള്ളത്, ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ലയബിലിറ്റി ഉള്ളത്? ഹാസ് ടു കമ്പൽസറിലി രജിസ്റ്റർ. അപ്പം TDS ലയബിലിറ്റി ഉള്ളവർ നിർബന്ധമായിട്ടും രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. ആൻഡ് ദർ ഈസ് നോ ത്രഷോൾഡ് ലിമിറ്റ് ഫോർ ദിസ്. ഇതിനൊരു മാക്സിമം ലിമിറ്റ് ഇല്ല, അല്ലെങ്കിൽ ഇതിന് പ്രത്യേകിച്ച് ലിമിറ്റ് ഒന്നുമില്ല. ലിമിറ്റ് ഇല്ലാതെ തന്നെ ഇവർ രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. രജിസ്ട്രേഷൻ അണ്ടർ GST ക്യാൻ ബി ഒബ്റ്റെയിൻ വിതൗട്ട് പാൻ. ഈ TDS രജിസ്ട്രേഷന് ലഭിക്കുന്നതിന് പാൻ ആവശ്യമില്ല, പെർമനന്റ് അക്കൗണ്ട് നമ്പർ ആവശ്യമില്ല. ആൻഡ് ബൈ യൂസിങ് ദി എക്സിസ്റ്റിംഗ് ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ TAN, ഇപ്പം നിലവിലുള്ള ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ച് TDS രജിസ്ട്രേഷൻ എടുക്കാം. ഇഷ്യൂഡ് അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട്. അപ്പം ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഇഷ്യൂ ചെയ്തിരിക്കുന്ന TAN നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പർ വെച്ച് TDS രജിസ്ട്രേഷൻ എടുക്കാം. Thus it can be said having TAN is mandatory. ഇപ്പം എന്താ? നമുക്ക് TDS രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ള ആളുകൾ എന്താണ്? അവർക്ക് TAN നിർബന്ധമാണ്. അപ്പം ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ നിർബന്ധമാണ്. അപ്പം TAN ഉള്ളവർക്കാണ്
TDS രജിസ്ട്രേഷൻ എടുക്കാൻ സാധിക്കുന്നത്. അങ്ങനെ രജിസ്ട്രേഷൻ എടുത്ത് അതിന് ലയബിലിറ്റി ഉള്ള ആളുകളുണ്ട്, ലയബിലിറ്റി ഉള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പം അവർ മാത്രം TDS ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നുള്ളൂ. ദി ബിലോ മെൻഷൻ പേഴ്സൺസ് ആർ റെസ്പോൺസിബിൾ ടു ഡിഡക്ട് ടാക്സ് അറ്റ് സോഴ്സ്. ദെൻ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വെൻ ദി വാല്യൂ ഓഫ് സപ്ലൈ they receive exceed 2.5 lakhs. അപ്പം 2.5 ലക്ഷത്തിൽ കൂടുതൽ വാല്യൂ ഉള്ള സപ്ലൈയുടെ മേലാണ് TDS ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പം ഒരു സിംഗിൾ കോൺട്രാക്റ്റിൻ്റെ മേൽ 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ വാല്യൂ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൻ്റെ ഉള്ളിൽ എപ്പോഴൊക്കെ സപ്ലൈ നടത്തുന്നുണ്ടോ, ഏതൊക്കെ എമൗണ്ടിന് സപ്ലൈ നടത്തുന്നുണ്ടോ, ആ എല്ലാ സപ്ലൈയുടെയും മേൽ 2% ടാക്സ് ഡിഡക്റ്റ് ചെയ്യണം. ദെൻ ഇനി ഏതൊക്കെ പേഴ്സൺസ് ആണ്? എ ഡിപ്പാർട്ട്മെന്റ് ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. പ്രധാനമായിട്ടും ഗവൺമെന്റും ഗവൺമെന്റൽ ഏജൻസികളും ലോക്കൽ ബോഡീസും ഒക്കെയാണ് TDS ലയബിലിറ്റി കൂടുതലായിട്ട് ഉള്ളത്. സെക്കൻഡ്ലി ലോക്കൽ അതോറിറ്റി. ദെൻ ഗവൺമെന്റ് ഏജൻസീസ്. ലോക്കൽ അതോറിറ്റികൾക്കോ ഗവൺമെന്റ് ഏജൻസികൾക്കോ 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ള സപ്ലൈ ഒരു സിംഗിൾ കോൺട്രാക്റ്റിന്റെ മേൽ റിസീവ് ചെയ്യുകയും ഈ കോൺട്രാക്റ്റിന്റെ മേൽ പേയ്മെന്റ് നടത്തുമ്പോൾ ആ പേയ്മെന്റിന്റെ 2% TDS ആയിട്ട് അവർ കുറയ്ക്കണം. ദെൻ ഗവൺമെന്റൽ ഏജൻസീസ്. അപ്പോൾ എന്താ? സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്, ലോക്കൽ അതോറിറ്റി, ഗവൺമെന്റൽ ഏജൻസീസ് or such persons or category of persons as may be notified by the government on the recommendations of the council. അപ്പോൾ GST കൗൺസിൽ റെക്കമെൻഡേഷൻ പ്രകാരം സെൻട്രൽ ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ കാലാകാലങ്ങളിൽ നോട്ടിഫൈ ചെയ്തിരിക്കുന്ന പേഴ്സൺസിനും TDSന്റെ ലയബിലിറ്റി ഉണ്ടാകും. ദെൻ ദി എമൗണ്ട് ഓഫ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. ഇങ്ങനെ TDS ആയിട്ട് സോഴ്സിൽ ഡിഡക്റ്റ് ചെയ്യുന്ന ടാക്സ് should be deposited. അത് deposited to the government account. ഇപ്പം TDS ഡിഡക്റ്റ് ചെയ്യുന്ന ടാക്സ് ഗവൺമെന്റ് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യണം ബൈ ദി ഡിഡക്ടർ. ഡിഡക്റ്റ് ചെയ്യുന്നയാൾ TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഗവൺമെന്റ് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യണം ബൈ 10th of the succeeding month. അപ്പം അടുത്ത മാസം 10ാം തീയതിയോടുകൂടി അല്ലെങ്കിൽ 10ാം തീയതിക്ക് മുമ്പായിട്ട് TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്ന എല്ലാ എമൗണ്ടും ഗവൺമെന്റ് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കണം. The director would be liable to pay interest if the tax deduct is not deposited within the prescribed time limit. അപ്പോൾ എന്താ? ആ പറഞ്ഞിരിക്കുന്ന ടൈം ലിമിറ്റിനുള്ളിൽ ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന ടാക്സ് ഡിപ്പോസിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കാനുള്ള ബാധ്യതയും കൂടെ ഉണ്ടാകും ഡിഡക്ടർ ഓഫ് ടാക്സിന്. ദെൻ TDS സർട്ടിഫിക്കറ്റ്. ഇങ്ങനെ ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന ആളൊരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. പേയ്മെന്റ് കിട്ടുന്ന ആൾക്ക്, സപ്ലയർക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ടാക്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്, TDS ടാക്സ് ഡിഡക്ഷൻ സോഴ്സ് നടന്നിട്ടുണ്ട്, ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ആ സർട്ടിഫിക്കറ്റാണ് TDS സർട്ടിഫിക്കറ്റ്. ദെൻ എ TDS സർട്ടിഫിക്കറ്റ് ഈസ് റിക്വയർഡ് ടു ബി ഇഷ്യൂഡ് ബൈ ദി ഡിഡക്ടർ, ദി പേഴ്സൺ ഹു ഈസ് ഡിഡക്റ്റിംഗ് ദി ടാക്സ്. അപ്പം ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നയാൾ he is required to issue a TDS certificate to the deductee. ഡിഡക്റ്റ് എന്താ? ആരിൽ നിന്നാണോ ഈ എമൗണ്ട്, ആർക്ക് കിട്ടേണ്ട എമൗണ്ടിൽ നിന്നാണോ ഈ ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നത്, ഡിഡക്റ്റീ വിതിൻ 5 days ഓഫ് ക്രെഡിറ്റിംഗ് ദി എമൗണ്ട് ദി ഗവൺമെന്റ്. അപ്പം ഇങ്ങനെ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് അത് ഗവൺമെന്റിൽ ക്രെഡിറ്റ് ചെയ്ത് 5 ദിവസത്തിനുള്ളിൽ ഒരു TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കണം. It should be issued by the deductor to the deductee. Failing which the deductor would be liable to pay a late fee of ₹100 per day. ഈ 5 ദിവസത്തിനുള്ളിൽ TDS സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ല എങ്കിൽ അതിനുശേഷം വരുന്ന ഓരോ ദിവസത്തിനും 100 രൂപ വെച്ച് ഫൈൻ അടയ്ക്കേണ്ടി വരും. From the expire of the 5th day till the certificate is issued. അപ്പോൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് വരെയുള്ള, അതായത് 5 ദിവസത്തിന് ശേഷം ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസത്തിനുള്ളിൽ ആ എമൗണ്ട് ഗവൺമെന്റ് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യണം. അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ 5 ദിവസത്തിനുള്ളിൽ ആ വീണ്ടും പറഞ്ഞിരിക്കും വിതിൻ 5 days ഓഫ് ക്രെഡിറ്റിംഗ് ദി എമൗണ്ട് ദി ഗവൺമെന്റ്. അങ്ങനെ ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ട് വിതിൻ 5 days ഓഫ് ക്രെഡിറ്റിംഗ് ദി എമൗണ്ട് ദി ഗവൺമെന്റ്
TDS സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. ഈ 5 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നില്ല എങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ഓരോ ദിവസത്തിനും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് വരെ പെർ ഡേ 100 രൂപ വെച്ച് ഫൈൻ കൊടുത്തിരിക്കണം. Then this late fee would not become more than 5,000. ഈ ലേറ്റ് ഫീക്ക് ഒരു മാക്സിമം ലിമിറ്റ് വെച്ചിട്ടുണ്ട്, 5000 ആണത്. നെക്സ്റ്റ് ഈസ് നമ്മളൊരു ചെറിയ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ, സപ്പോസ് എ സപ്ലയർ മേക്സ് എ സപ്ലൈ വർത്ത് ₹1,000 ടു ബി എ റെസിപ്പിയൻറ്റ്. ഒരു 1000 രൂപയുടെ സപ്ലൈ കൊടുക്കുന്നു. ഈ സപ്ലൈ നടത്തിയിരിക്കുന്നത് 2.5 ലക്ഷം രൂപ വരുന്നൊരു കോൺട്രാക്റ്റിന്റെ ഭാഗമായിട്ട്, 2.5 ലക്ഷത്തിൽ കൂടുതൽ വാല്യൂ വരുന്ന ഒരു കോൺട്രാക്റ്റിന്റെ ഭാഗമായിട്ടാണ്. ആൻഡ് ദി GST at the rate of 18% is required to be paid. ഈ ഒരു സപ്ലൈയുടെ മേൽ 18% GST ആണ് റിക്വയർമെന്റ്. The recipient, while making the payment of ₹10,000 to the supplier, ഈ സപ്ലൈ റിസീവ് ചെയ്തയാൾ ഈ എമൗണ്ട് സപ്ലയർക്ക് പേയ്മെന്റ് ചെയ്യുമ്പോൾ shall deduct 1%, that is 10 as TDS. The value for TDS purpose shall not include 18% GST. നമ്മൾ ആ TDSന് വേണ്ടിയുള്ള എമൗണ്ട് കളക്ട് ചെയ്യുമ്പോൾ GST ഉൾപ്പെടുത്തുന്നില്ല. അപ്പോൾ വാല്യൂ സപ്ലൈ മാത്രമേ ഉള്ളൂ. 18% GST കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ 1% അല്ലെങ്കിൽ 2% അല്ല കളക്ട് ചെയ്യുന്നത്. Then the TDS so deducted, ഇനി അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന TDS shall be deposited in the account of the government. അങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന ആ എമൗണ്ട് ഗവൺമെന്റിന്റെ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കണം. Deposited in the account of the government by 10th of the succeeding month. TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്ന എല്ലാ എമൗണ്ടുകളും അടുത്ത മാസം 10ാം തീയതിക്ക് മുമ്പായിട്ട് ഗവൺമെന്റ് അക്കൗണ്ടിൽ ഡിഡക്റ്റ് ചെയ്തിരിക്കണം. The TDS so deposited in the government account shall be reflected in the electronic cash ledger of the supplier. ഇങ്ങനെ TDS ആയിട്ട് കളക്ട് ചെയ്യുന്ന എമൗണ്ട് ഗവൺമെന്റ് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ റിഫ്ലക്റ്റ് ചെയ്തിരിക്കും. സപ്ലയറിന്റെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ TDS ആയിട്ട് ഇത്രയും എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ആ വസ്തുത അവിടെ അത് റിഫ്ലക്റ്റ് ചെയ്തിരിക്കും. ദാറ്റ് ഈസ് ഡിഡക്റ്റീവ്. സപ്ലയർ എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് ആണ്. ഡിഡക്റ്റീവിടെ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ഇക്കാര്യം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. Then supplier who would be able to use the same for payment of tax or any other amount. ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന ആ എമൗണ്ട്, TDS ആയിട്ട് ഡിഡക്റ്റ് ചെയ്യുന്ന ആ എമൗണ്ട് ലേറ്റർ സ്റ്റേജിൽ മറ്റ് പേയ്മെന്റുകൾക്ക്, ടാക്സ് പേയ്മെന്റുകൾക്ക് വിനിയോഗിക്കാമെന്ന് പറയുന്നത്. The purpose of TDS is just to enable the government to have a trail of transactions. ട്രാൻസാക്ഷനെ കുറിച്ചൊരു അറിവുണ്ടാകുന്നതിന് വേണ്ടിയാണ്. And to monitor and verify the compliances. ട്രാൻസാക്ഷൻസിന്റെ കംപ്ലയൻസും ഒക്കെ വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടിയാണ് TDS പ്രധാനമായിട്ടും ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഈസ് കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. ആദ്യത്തെ എന്താ? TDS, ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ്. അപ്പോൾ സോഴ്സിൽ തന്നെ GST നിയമപ്രകാരം ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നു. TDS പ്രധാനമായിട്ടും പോപ്പുലർ ആയിട്ട് ആളുകൾക്ക് അറിയാവുന്ന ഇൻകം ടാക്സ് ആക്ട് പ്രകാരമാണ്. ഇതുപോലെ തന്നെ ഇൻകം ടാക്സ് ആക്ടിൽ TDS ഉള്ളതുപോലെ തന്നെ GSTയിലും TDS ഉണ്ട്. GST പ്രകാരം എന്താ? സപ്ലയർക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ ആ പേയ്മെന്റ് കൊടുക്കുന്ന എമൗണ്ടിൽ നിന്നും 2% ഡിഡക്റ്റ് ചെയ്യുന്നു. 1% CGST ആയിട്ടും 1% SGST ആയിട്ടും. ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ഗവൺമെന്റിന്റെ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ദിവസത്തിനകം ഒരു ടാക്സ് ഡിഡക്ഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ല എങ്കിൽ 5 ദിവസം കഴിഞ്ഞ് വരുന്ന ഓരോ ദിവസത്തിനും 5 ദിവസം കഴിഞ്ഞ് വരുന്ന ഓരോ ദിവസത്തിനും എന്താണ്? 100 രൂപ വെച്ച് ഫൈൻ കൊടുത്തിരിക്കണം. ഇതെല്ലാം TDS റൂളാണ്. TDS ജനറലി ആരാണ്? ഗവൺമെന്റ് ഏജൻസികൾക്കൊക്കെയാണ് ഇതിന്റെ ഒരു TDSന്റെ ഒരു റൈറ്റ് വരുന്നത്, അല്ലെങ്കിൽ ലയബിലിറ്റി ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പാർട്ട് ഈസ് അബൌട്ട് കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ്. പ്രധാനമായിട്ടും എന്താ? TCS.
TCS that is given in detail in section 52. ഇത് പ്രധാനമായിട്ടും എന്താ, ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിനാണ്. ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഓൺ ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സിനാണ് ടാക്സ് ദ കളക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഓർ TCSന്റെ ആപ്ലിക്കബിലിറ്റി വരുന്നത്. ഇത് സെക്ഷൻ 52 ഓഫ് ദി CGST ആക്ട് 2017 കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്, ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് ഓർ TCS ഹാസ് സിമിലാരിറ്റീസ് വിത്ത് TDS. ഇത് രണ്ടും ഒരേപോലെയാണെങ്കിലും ഇതിന് പല വ്യത്യാസങ്ങളുണ്ട്. ഇതിന് വ്യത്യാസങ്ങളാണ് കൂടുതൽ. ആസ് വെൽ ആസ് ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓൾസോ. അപ്പം സിമിലാരിറ്റിയും ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സും ഉണ്ട് TDSനും TCSനും. TDS refers to tax which is deducted when recipient of goods or services makes some payments under a contract. അപ്പോൾ എന്താ, റെസിപ്പിയൻ്റ് ആണ്. TDS refers to tax which is deducted when the recipient of goods, അപ്പം ഗുഡ്സോ സർവീസോ റിസീവ് ചെയ്യുന്നയാൾ പേയ്മെന്റ് നടക്കുമ്പോൾ മേക്ക് സം പേയ്മെന്റ്സ് അണ്ടർ എ കോൺട്രാക്ട്. എന്താ, ഒരു കോൺട്രാക്റ്റിന്റെ കീഴിൽ ഗുഡ്സോ സർവീസോ റിസീവ് ചെയ്യുമ്പോൾ അങ്ങനെ റിസീപ്പിയന്റ് ഡിഡക്റ്റ് ചെയ്യുന്ന എമൗണ്ട് ആണ് TDS. അപ്പൊ സപ്ലയർക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോഴെന്താ, ഈ സപ്ലൈക്ക് പേയ്മെന്റ് കൊടുക്കുമ്പോൾ ഗുഡ്സിന്റെയോ സർവീസിന്റെയോ സപ്ലൈ റിസീവ് ചെയ്യുന്നയാൾ, ഈ സപ്ലൈ ഒരു കോൺട്രാക്റ്റിന്റെ കീഴിലാണെങ്കിൽ 2 ലക്ഷം രൂപയിൽ കൂടുതൽ വാല്യൂ ഉള്ള ഒരു കോൺട്രാക്റ്റിന്റെ കീഴിലാണ് ഈ സപ്ലൈ റിസീവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഡിഡക്റ്റ് ചെയ്യുന്ന 2% ടാക്സിനാണ് നമ്മൾ എന്താ പറയുന്നത്, TDS, ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്. അതേസമയം when the supplier supplies some goods or services through its portal, എന്താ ഒരു ഇലക്ട്രോണിക് പോർട്ടൽ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. TCS refers to tax which is collected by the electronic commerce operator. എപ്പോഴും അത് ഓർത്തിരിക്കണം. ടാക്സ് കളക്ടഡ് അറ്റ് സോഴ്സ് ഈസ് ആപ്ലിക്കബിൾ എങ്കിൽ TCS refers to tax collected at source refers to tax which is collected by the electronic commerce operator. ഒരു ഇ-കോം പ്ലാറ്റ്ഫോം ഓപ്പറേറ്റർ ആണ് ഈ കളക്ട് ചെയ്യുന്ന ടാക്സ് കളക്ടഡ് സോഴ്സ്. when a supplier supplies some goods or services through its portal, ഒരു ഇ-കൊമേഴ്സ് പോർട്ടൽ ഉപയോഗിച്ച് ഒരു സപ്ലയർ ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്നു, ആൻഡ് ദി പേയ്മെന്റ് ഫോർ ദാറ്റ് സപ്ലൈ, ഒരു ഇ-കൊമേഴ്സ് പോർട്ടൽ ഉപയോഗിച്ച് ഒരു സപ്ലയർ ഗുഡ്സിന്റെയോ സർവീസിന്റെയോ സപ്ലൈ നടത്തി കഴിഞ്ഞ് ഇതിന്റെ പേയ്മെന്റ് റിസീവ് ചെയ്യുന്നത് ആരാണ്, ആൻഡ് ദി പേയ്മെന്റ് ഫോർ ദാറ്റ് സപ്ലൈ ഇസ് കളക്ടഡ് ബൈ ദി ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ. ഈ സപ്ലൈയുടെ പേയ്മെന്റ് കളക്ട് ചെയ്യുന്ന ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ആണ്. അങ്ങനെ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ ഈ സപ്ലൈയുടെ മേൽ എമൗണ്ട് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ he shall deduct tax at source. He shall collect tax at source. അങ്ങനെ ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ സോഴ്സിൽ കളക്ട് ചെയ്യുന്ന when he receives the payment on behalf of the supplier of goods and services through his e-com platform അല്ലെങ്കിൽ through his electronic platform, അങ്ങനെ റിസീവ് ചെയ്യുമ്പോൾ കളക്ട് ചെയ്യുന്ന ടാക്സിന് എന്താ നമ്മൾ പറയുന്നത്, ആ ടാക്സ് ആണ് ടാക്സ് കളക്ടഡ് സോഴ്സ്. It is always collected by an e-commerce platform operator. Then simply TCS means the tax collected by an e-commerce operator from the consideration received by it on behalf of the supplier of goods and services who makes supplies through operators online platform. ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഒരു സപ്ലയർ ഗുഡ്സിന്റെയോ സർവീസിന്റെയോ സപ്ലൈ നടത്തി കഴിയുമ്പോൾ അതിന് കിട്ടുന്ന പേയ്മെന്റിന്റെ മേൽ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് TCS. ഒരു നിശ്ചിത ശതമാനം വരും. TCS will be charged as a percentage of the net taxable supplies. അപ്പം TCS എന്താ, നെറ്റ് ടാക്സബിൾ സപ്ലൈസിന്റെ ടാക്സ് ചുമത്തപ്പെടാവുന്ന സപ്ലൈയുടെ നിശ്ചിത ശതമാനമായിട്ടാണ് ഇത് കളക്ട് ചെയ്യുന്നത്. TCS കളക്ട് ചെയ്യുന്ന ടാക്സ് കളക്ഷൻ സോഴ്സ് നടക്കുന്നത്. അപ്പം ടാക്സബിൾ എമൗണ്ടിന്റെ ഒരു നിശ്ചിത ശതമാനമാണ്. Then provisions regarding the collection of tax at source TCS, ഇത് സെക്ഷൻ 52 വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. So the provisions regarding the tax collected source is given in section 52 of the CGST Act 2017. Number 1, every e-commerce operator, നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനമായിട്ടും
TCS is applicable to e-commerce operators. ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഓൺ ചെയ്യുകയും ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തികളാണ് ടാക്സ് കളക്ട് സോഴ്സിന് ലയബിലിറ്റി ഉള്ളത്. അവർക്കാണത് കളക്ട് ചെയ്യാനുള്ള ലയബിലിറ്റി വരുന്നത്. നോട്ട് ബീങ് എൻ ഏജന്റ്, ഇപ്പം എവരി ഇലക്ട്രോണിക് കൊമേഴ്സ് ഓപ്പറേറ്റർ നോട്ട് ബീങ് എൻ ഏജന്റ് ഷാൽ കളക്ട് ആൻ എമൗണ്ട് കാൽക്കുലേറ്റഡ് അറ്റ് സച്ച് റേറ്റ് നോട്ട് എക്സീഡിങ് 1%. ഇപ്പം TCSന്റെ റേറ്റ് സാധാരണഗതിയിൽ 1% കൂടാറില്ല. ആസ് മേ ബി നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെന്റ് on the recommendation of the council. ഈ റേറ്റ് എന്താണ്? ഇത് നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെന്റ് ഓൺ ദി റെക്കമെൻഡേഷൻസ് ഓഫ് GST കൗൺസിൽ. നോർമലി ഇറ്റ് ഷാൽ നോട്ട് എക്സീഡ് 1%. ഇത് 1% കൂടാറില്ല. Then 1% recommendations of the council on the net value of taxable supplies made through it by other suppliers where the consideration with respect to such supplies is to be collected by the operator. രണ്ട് കാര്യങ്ങളുണ്ട്. ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വേണം സപ്ലയർ ഗുഡ്സിൻ്റെയോ സർവീസിൻ്റെയോ സപ്ലൈ നടത്തുന്നത്. അതേപോലെ തന്നെ ഇങ്ങനെ നടത്തുന്ന സപ്ലൈയുടെ മേൽ എമൗണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ കൺസിഡറേഷൻ കളക്ട് ചെയ്യുന്നത് ആ പ്ലാറ്റ്ഫോം ഓപ്പറേറ്റർ ആയിരിക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് അവിടെ നടപ്പിലാക്കാൻ സാധിക്കുന്നത്. Then 2, the power to collect the amount specified above shall be without prejudice to any mode of recovery from the operator. Any mode of recovery from the operator അതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. 3, the amount so collected shall be paid to the government. ഇങ്ങനെ ടാക്സ് കളക്ട് സോഴ്സ് രീതിയിൽ കളക്ട് ചെയ്തിരിക്കുന്ന എമൗണ്ട് കളക്റ്റഡ് ബൈ ദി ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഓപ്പറേറ്റർ. The amount so collected shall be paid to the government by the operator within 10 days after the end of the month in which such collection is made. ഇപ്പം കളക്ഷൻ ഏത് മാസമാണോ നടക്കുന്നത് ആ മാസം കഴിഞ്ഞ് തൊട്ടടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പായിട്ട് ഇങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്ന ടാക്സ് ഗവൺമെന്റ് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യണം, റെമിറ്റ് ചെയ്യണം. Then every e-commerce operator, നാലാമത്തെ പ്രൊവിഷനാണ്, ദി ഫോർത്ത് പ്രൊവിഷൻ, every e-commerce operator who collect the amount shall furnish a statement. ഇങ്ങനെ സോഴ്സിൽ ടാക്സ് കളക്ട് ചെയ്യുന്ന എല്ലാ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററും ഒരു സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം. ഷാൽ ഫർണിഷ് എ സ്റ്റേറ്റ്മെന്റ് ഇലക്ട്രോണിക്കലി ഒരു സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്യണം. കണ്ടെയ്നിങ് ദി ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഇഫക്റ്റഡ് ത്രൂ ഇറ്റ്. സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കേണ്ടത്? കണ്ടെയ്നിങ് ദി ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഓർ ബോത്ത് മെയ്ഡ് ത്രൂ ഇറ്റ് ഓർ ഇഫക്റ്റഡ് ത്രൂ ഇറ്റ്. അപ്പം ആ ഇ-കൊമേഴ്സ് ഓപ്പറേറ്ററിന്റെ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന എല്ലാ ഔട്ട്വേർഡ് സപ്ലൈയുടെയും ഡീറ്റെയിൽസ് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഫർണിഷ് ചെയ്തിരിക്കണം. Then the fifth point, every operator who collects the amount specified shall furnish an annual statement. അപ്പം പീരിയോഡിക്കൽ സ്റ്റേറ്റ്മെന്റിന് പുറമെ ആനുവൽ സ്റ്റേറ്റ്മെന്റ് കൂടി കൊടുക്കണം. Every operator who collects the amount specified shall furnish an annual statement electronically. അപ്പം ഓരോ മാസവും കളക്ട് ചെയ്യുന്ന അതിൻ്റെ ഡീറ്റെയിൽസും അത് ഇലക്ട്രോണിക്കലിയാണ് ഫയൽ ചെയ്യേണ്ടത്. ഫർണിഷ് എ സ്റ്റേറ്റ്മെന്റ് ഇലക്ട്രോണിക്കലി. സെക്കൻഡ്ലി എന്താ, ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഓൾസോ ഇലക്ട്രോണിക്കലിയാണ് ഫയൽ ചെയ്യേണ്ടത്. ഇലക്ട്രോണിക്കലി കണ്ടെയ്നിങ് ദി ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് ഇഫക്റ്റഡ് ത്രൂ ഇറ്റ്. അപ്പം ആനുവൽ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് എന്താ ഉൾപ്പെടുത്തിയിരിക്കേണ്ടത്? കണ്ടെയ്നിങ് ദി ഡീറ്റെയിൽസ് ഓഫ് ഔട്ട്വേർഡ് സപ്ലൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ ബോത്ത് ഇഫക്റ്റഡ് ത്രൂ ഇറ്റ്, ഇഫക്റ്റഡ് ത്രൂ ദി ഇ-കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ് പ്ലാറ്റ്ഫോം, ഇൻക്ലൂഡിംഗ് ദി സപ്ലൈസ് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഓർ ബോത്ത് റിട്ടേൺ ത്രൂ ഇറ്റ്. രണ്ടുമുണ്ട്, ഔട്ട്വേർഡ് സപ്ലൈയും ഇനി സാധനങ്ങൾ റിട്ടേൺ ചെയ്യുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും സാധനങ്ങൾ മടക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ ഔട്ട്വേർഡ് സപ്ലൈയുടെയും റിട്ടേൺസിന്റെയും ഡീറ്റെയിൽ ഉൾപ്പെടുത്തുന്ന ഒരു ആനുവൽ സ്റ്റേറ്റ്മെന്റും ഇലക്ട്രോണിക്കലി ഫയൽ ചെയ്തിരിക്കണം. Then sixth one is any operator after furnishing a statement, ഇനി ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഓപ്പറേറ്റർ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഫർണിഷ് ചെയ്തു. ആഫ്റ്റർ ഫർണിഷിംഗ് എ സ്റ്റേറ്റ്മെന്റ് ഡിസ്കവേഴ്സ് എനി ഒമിഷൻ ഓർ ഇൻകറക്റ്റ് പർട്ടിക്കുലേഴ്സ് ദെയർ. ഈ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഈ ഫയൽ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് എന്ന് കണ്ടെത്തുകയാണ് എങ്കിൽ പർട്ടിക്കുലേഴ്സ് ദെയർ
other than as a result of scrutiny, audit, inspection or enforcement activity by the tax authorities. ഇപ്പം ടാക്സ് അതോറിറ്റിയുടെ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ടല്ല ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് കണ്ടെത്തിയിരിക്കുന്നത് എങ്കിൽ അതാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ടാക്സ് അതോറിറ്റിയുടെ ഒരു ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ടാണ് അതിന്റെ പ്രൊവിഷൻസ് വ്യത്യസ്തമാണ്. He shall rectify such omission or incorrect particulars in the statement to be furnished for the month during which such omission or incorrect particulars are notified or noticed. അപ്പോൾ അങ്ങനെ ഒരു ടാക്സ് അതോറിറ്റിയുടെ ഇൻസ്പെക്ഷന്റെ ഭാഗമായിട്ടല്ല ഇങ്ങനെ ഒരു ഡിസ്കവറി നടന്നിരിക്കുന്നതെങ്കിൽ ഇ കൊമേഴ്സ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ആ പ്ലാറ്റ്ഫോം ഓപ്പറേറ്റർക്ക് തന്നെ അയാൾ ഫയൽ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിലെ എന്തെങ്കിലും വ്യത്യാസം വരുത്താനുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്ത് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഇനി ഈ മിസ്റ്റേക്ക് ഒരു ടാക്സ് അതോറിറ്റിയാണ് കണ്ടെത്തുന്നതെങ്കിൽ അതിന്റെ പ്രൊവിഷൻസ് വ്യത്യസ്തമായിരിക്കും. 7th point, the supplier who has supplied the goods or service or both through the operator shall claim credit in his electronic cash ledger. എന്താ അയാൾക്ക് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. സപ്ലയർ എന്താണ്? ഒരു സപ്ലയർ ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ടാക്സ് കളക്ഷൻ അറ്റ് സോഴ്സ് പ്രകാരം അയാൾക്ക് കിട്ടാനുള്ള എമൗണ്ടിൽ നിന്ന് ടാക്സ് കുറവ് ചെയ്തിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഈ എമൗണ്ട് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സപ്ലയർക്ക് എന്താ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ആ എമൗണ്ട് ക്ലെയിം ചെയ്യാം. The supplier who has supplied the goods or service or both through the operator shall claim credit in his electronic cash ledger of the amount collected and reflected in the statement of the operator in such manner as may be prescribed. അപ്പോൾ collected and reflected in the statement of the operator. അപ്പോൾ ഓപ്പറേറ്ററിന്റെ സ്റ്റേറ്റ്മെന്റിൽ കാണിച്ചിരിക്കുന്ന ആ എമൗണ്ട് ഓരോ സപ്ലയർക്കും ക്ലെയിം ചെയ്യാനുള്ള അതിന്റെ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. Then next is the 8th point. The details of supplies furnished by every operator. Details of every operator match with the corresponding details of outward supplies furnished by the concerned supplier registered under this act in such manner and within such time as may be prescribed. അതിൻ്റെ ആ ഡീറ്റെയിൽസ് എന്താ? ഡീറ്റെയിൽസ് ഓഫ് സപ്ലൈസ് ഫർണിഷ്ഡ് ബൈ എവറി ഓപ്പറേറ്റർ ഷാൽ ബി മാച്ച്. അപ്പം ഓപ്പറേറ്റർ ഫർണിഷ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസും അതുപോലെ തന്നെ എന്താണ് സപ്ലൈൻ്റെ ഔട്ട്വേർഡ് സപ്ലൈസുമായിട്ട് എല്ലായ്പ്പോഴും കൃത്യമായിട്ട് മാച്ച് ചെയ്ത് നോക്കിയിരിക്കണം. അതും പറഞ്ഞിരിക്കുന്നത് എന്താ? ഇൻ സച്ച് മാനർ ആൻഡ് വിതിൻ സച്ച് ടൈം ആസ് മേ ബി പ്രിസ്ക്രൈബ്. പറഞ്ഞിരിക്കുന്ന രീതിയിൽ, പറഞ്ഞിരിക്കുന്ന ആക്ടിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന രീതിയിൽ, പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ ഈ രണ്ട് കാര്യങ്ങളും മാച്ച് ചെയ്ത് നോക്കണം. Where the details of the outward supplies furnished by the operator do not match with the corresponding details furnished by the supplier, the discrepancy shall be communicated to both persons in such manner and within such time as may be prescribed. If any discrepancy is found by the authorities, that matter shall be informed. That matter shall be communicated to both the persons. The platform operator the supplier ആ കാര്യം അറിയിച്ചിരിക്കണം. Then the amount in respect of which any discrepancy communicated and which is not rectified by the supplier in this value, it is valid return. ഇങ്ങനെ ഒരു ഡിസ്ക്രീപ്പൻസി കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, സപ്ലയർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, പക്ഷെ അയാൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺ ഇത് റെക്ടിഫൈ ചെയ്യുന്നില്ല എങ്കിൽ, ഓപ്പറേറ്റർ അയാളുടെ സ്റ്റേറ്റ്മെന്റ് റെക്ടിഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഷാൽ ബി ആഡഡ് ടു ദി ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഓഫ് സച്ച് സപ്ലയർ. എന്താണത്? സപ്ലയർ റെക്ടിഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഈ എമൗണ്ട് ഇങ്ങനെ ഡിസ്ക്രിപ്പൻസി മൂലം ഉണ്ടായിരിക്കുന്ന ആ എമൗണ്ട് സപ്ലയറിന്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലേക്ക് ആഡ് ചെയ്യും. In the 11th point, every operator on whom a notice has been served by the tax authorities shall furnish the required information within 15 working days of the date of service of such notice. ഇനി ഏതെങ്കിലും ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ഓപ്പറേറ്റർക്ക് ടാക്സ് അതോറിറ്റിയിൽ നിന്ന് ഒരു നോട്ടീസ് കിട്ടുന്നുണ്ടെങ്കിൽ ആ നോട്ടീസിന് പ്രകാരം പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് നോട്ടീസ് കിട്ടി 15 ദിവസത്തിനകം 15 വർക്കിംഗ് ഡേയ്സ് 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അതോറിറ്റീസിന്റെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. Then the last point, any person who fails to furnish the information required by the notice served by the tax authorities. എന്താ, ഒരു ടാക്സ് അതോറിറ്റീസ് ഒരു നോട്ടീസ് കൊടുത്തു, ഇനി
റിക്വയർഡ് എനി പേഴ്സൺ ഹു ഫെയിൽസ് ടു ഫർണിഷ് ദി ഇൻഫർമേഷൻ റിക്വയർഡ് വിത്ത് നോട്ടീസ്. ഇങ്ങനെ ടാക്സ് അതോറിറ്റി കൊടുത്തിരിക്കുന്ന നോട്ടീസ് പ്രകാരം പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസ് ഫയൽ ചെയ്യാൻ പരാജയപ്പെടുകയാണെങ്കിൽ he shall be liable to a penalty which may extend to 25,000 rupees. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 25,000 രൂപ വരെ കൊടുക്കാനുള്ള ഒരു ലയബിലിറ്റി ഉണ്ടാവാം.